നിങ്ങളുടെ ബഡ്ജറ്റ് 20,000 റുപ്പീസ് ആണ്. നിങ്ങൾക്ക് നല്ലൊരു ഫോൺ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ 3 ഫോൺസ് പറഞ്ഞുതരാം. ഒരുപാട് ഫോൺസ് ഒന്നും പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. മൂന്ന് ഫോൺസ് മാത്രമേ പറയുന്നുള്ളൂ. ആൻഡ് അതിൽ ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് പേഴ്സണലി യൂസ് ചെയ്തിട്ടുള്ള ഫോൺസ് ആണ്. പിന്നെ ഒരു അഡീഷണൽ ആയിട്ടൊരു ഫോണും കൂടെ പറയുന്നുണ്ട്. അങ്ങനെ ടോട്ടലി 3 ഫോൺസിന് റെക്കമെൻഡേഷൻ ആണ്. പിന്നെ മറ്റേ ബാങ്ക് ഓഫർ പരിപാടിയൊന്നുമില്ല. ഡയറക്റ്റ് 20,000 റുപ്പീസിനകത്ത് മേടിക്കാൻ പറ്റിയ ബെസ്റ്റ് ഫോൺസിന്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഫോൺ നമ്പർ 1 എന്ന് പറയുന്നത് ഓപ്പോന്റെ K13 ആണ്. ഓപ്പോ K13 ഇപ്പോൾ പ്രൈസ് ഒക്കെ കൂടുതലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് റാം ഷോർട്ടേജിന്റെ ഒക്കെ ഇഷ്യൂ കാരണം പ്രൈസ് ഒക്കെ നല്ല രീതിയിൽ കൂട്ടിയാണ് ബ്രാൻഡ്സ് വിൽക്കുന്നത്. സോ ആ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഓപ്പോ K13 നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ ആണ്. ഇതിന്റെ പ്രൈസ് ടു പെർഫോമൻസ് ആയാലും ഇതിന്റെ ബാറ്ററി ആയാലും ക്യാമറ ആയാലും എല്ലാ രീതിയിലും നല്ലൊരു ഫോൺ തന്നെയാണ്. ക്യാമറയൊന്നും ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ കൊടുക്കുന്ന പൈസയ്ക്ക് അത്യാവശ്യം നല്ല വാല്യൂ ഫോർ മണി. ക്യാമറ അടിപൊളി, ബാറ്ററി ഫാസ്റ്റ് ചാർജിങ്, പിന്നെ പെർഫോമൻസ് ആണെങ്കിലും വലിയ മോശമില്ലാത്ത പെർഫോമൻസ്, നല്ല കിടിലം UI പെർഫോമൻസും ആണ് കിട്ടുന്നത്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ മിക്ക ഓപ്പോ അല്ലെങ്കിൽ ഇപ്പോൾ റിയൽമിയുടെ ഫോൺസ് ആയാലും അല്ലെങ്കിൽ വൺ പ്ലസിന്റെ ഫോൺസ് ആയാലും ആനിമേഷൻസ് ഒന്നും കംപ്ലീറ്റ് എക്സ്പീരിയൻസ് കിട്ടാറില്ല. പക്ഷെ അതേ സമയത്ത് ഓപ്പോ K13 ഫുൾ ആനിമേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് ആപ്പ് ഓപ്പണിങ്ങും ക്ലോസിംഗ് ഒക്കെ പ്രോപ്പർലി ഇതിൽ ആനിമേഷൻ കാണിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ 7000 mAh ബാറ്ററി ഉണ്ട്. ബാറ്ററി ലൈഫ് അടിപൊളിയാണ്. ഫാസ്റ്റ് ചാർജിങ് നോക്കുകയാണെങ്കിൽ 80 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും കൊടുത്തിട്ടുണ്ട്. ചാർജർ ബോക്സിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിന്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കൂടുതൽ സ്പെസിഫിക്കേഷൻ പറയുന്നില്ല. പക്ഷെ ഇതുവരെ യൂസ് ചെയ്ത എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു ഡിവൈസ് ആണ്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്യാമറാസ് ബാക്കിൽ ഒറ്റൊരു ക്യാമറ മാത്രമേ ഉള്ളൂ എങ്കിലും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ക്യാമറയാണ്. വലിയ ഇഷ്യൂസ് ഒന്നും ഞാൻ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. ഈ ഒരു പ്രൈസ് പോയിന്റ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വൺ ഓഫ് ദി ഡീസന്റ് ക്യാമറാസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതേസമയത്ത് കുറച്ചൊരു ഹെവി ഫോൺ ആണ്. ഭയങ്കര ഒരു ഹാൻഡി ഫോൺ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ, ഒരു ഹാൻഡി ഫോൺ ആണെന്നും പറയാൻ പറ്റും. പക്ഷെ വെയിറ്റ് അത്യാവശ്യം ഉണ്ട്. പിന്നെ ഇതിന്റെ പെർഫോമൻസ് ആയാലും നല്ലതാണ്. സ്നാപ്ഡ്രാഗൺ 6 Gen 4 ആണ്. 120 ഹെർട്സിന്റെ BGMI ഗെയിമിംഗ് ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. 60 FPS ഒക്കെ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ഡീസന്റ് പെർഫോമൻസ് ആണ്. നല്ല UI പെർഫോമൻസ് കിട്ടും. അതുപോലെ തന്നെയാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഒക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും നല്ല പെർഫോമൻസ് ആണ്. നല്ല ലാഗ് ഒന്നും ഇല്ലാത്ത ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് എന്തായാലും ഇവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുപോലൊരു അഡ്വാൻറ്റേജ് ആണ് ഇതിന്റെ പെർഫോമൻസ്. ഭയങ്കര കൂടുതലല്ല, അല്ലെങ്കിൽ ഒരു ഹെവി പവർ കൺസ്യൂം ചെയ്യുന്ന ഒരു ചിപ്സെറ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. 7000 mAh കൂടെ ഈ ഒരു ചിപ്സെറ്റോടെ ചേരുമ്പോഴാണ് ഈ ഒരു ഫോൺ ഈസിലി നിങ്ങൾക്ക് 1 ഡേ ഹെവി യൂസിൽ കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ബാറ്ററി ബാക്കപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഫോൺ നോക്കാം. പക്ഷെ ഇതിന്റെ പ്രൈസ് ഇപ്പോൾ ലേശം കൂടുതലാണ്. ലോഞ്ച് ചെയ്ത സമയത്ത് 16,000-നും 15,000-നും ഒക്കെ നമുക്ക് ഈ ഒരു ഫോൺ മേടിക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 20,000 റുപ്പീസ് ആണ് നോർമൽ പ്രൈസിങ് വരുന്നത്. എന്തായാലും ഓഫേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തു മാത്രം ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യുക. കാരണം വളരെ നല്ലൊരു ഡീലാണ് നിങ്ങൾക്ക് 20,000 റുപ്പീസിനകത്ത് കിട്ടുകയാണെങ്കിൽ. പിന്നെ എന്തായാലും ഈ ഒരു പ്രോഡക്ട്സിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ഷോപ്പിൽ ടാഗ് ചെയ്തേക്കാം. എന്തായാലും അതിൽ കൂടെ തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഓപ്പോ K13 തന്നെ കുറെ വേരിയേഷൻസ് ഉണ്ട്. സോ 20,000 റുപ്പീസ് മുടക്കുകയാണെങ്കിൽ നല്ല ഫോൺസ് തന്നെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ടാഗ് ചെയ്തേക്കാം. സോ അടുത്ത ഫോണാണ് CMFന്റെ ഫോൺ 2 Pro എന്ന് പറയുന്ന ഡിവൈസ്. സോ ഇതും വളരെ നല്ലൊരു ഡിവൈസ് ആണ്. ഇതിന്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ഇതിന്റെ സ്പെസിഫിക്കേഷനും നല്ലതാണ്. പക്ഷെ നേരത്തെ പറഞ്ഞ ഓപ്പോ K13 വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇതിന്റെ ക്യാമറ പെർഫോമൻസും ഒരു ഡീസന്റ് ആണ്. ഭയങ്കര കിടിലൻ ക്യാമറ പെർഫോമൻസ് ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. ഇതിൽ നല്ല ക്യാമറ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിലൊരു പ്രൈമറി 50 മെഗാ പിക്സൽ വരുന്നുണ്ട്. പിന്നെ ഒരു 50 മെഗാ പിക്സലിന്റെ 2x ലെൻസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡും വരുന്നുണ്ട്. ഇപ്പൊ ക്യാമറ സെറ്റപ്പ് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ വേഴ്സറ്റൈൽ ക്യാമറ സെറ്റപ്പ് ആണ് മറ്റേതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷെ പെർഫോമൻസ് ഞാൻ പറയും എനിക്ക് പേഴ്സണൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഓപ്പോ K13 ആണ്. CMF വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് CMFന്റെ ആയിരിക്കാം. CMFന്റെ ക്യാമറയ്ക്ക് കുറച്ചുകൂടെ കൂടുതൽ പൊട്ടൻഷ്യൽ ഉണ്ട്. 2x എടുക്കാം, 1x യൂസ് ചെയ്യാം, 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് കിട്ടുന്നുണ്ട്. ബാറ്ററി സൈഡ് നോക്കുകയാണെങ്കിൽ 5000 mAh ആണ്. 33 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിൽ ചാർജറും ബോക്സിൽ വരുന്നുണ്ട്. പക്ഷെ പേഴ്സണലി എനിക്ക് ഇതിന്റെ ബിൽഡ് ഭയങ്കര അധികം പ്രീമിയം ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഈ ഒരു പ്രൈസ് പോയിന്റ് അങ്ങനെ ഒരു വാക്ക് യൂസ് ചെയ്യാൻ പോലും പാടില്ല. കാരണം ഓപ്പോ K13 നോക്കുകയാണെങ്കിലും പ്ലാസ്റ്റിക് ഫീൽ ആണ്. പക്ഷെ ഇതിന്റെ ഫിനിഷിംഗ് അത്ര സൂപ്പർ അല്ലാത്ത പോലെ എനിക്ക് CMFന്റെ കാര്യത്തിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഈ ഒരു ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും ഷെയർ ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഇതൊരു പെർഫോമൻസ് ഓറിയന്റഡ് ഫോൺ അല്ല, എന്നിരുന്നാലും BGMI 120 FPS ഗെയിമിംഗ് സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതൊരു പെർഫോമൻസ് ഓറിയന്റഡ് ഫോൺ അല്ല. ഈ ഒരു 120 FPS ശരിക്കും തട്ടിപ്പാണ്. ഞാൻ പേഴ്സണലി ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ പല ബെഞ്ച് മാർക്കും അല്ലെങ്കിൽ പല ആപ്ലിക്കേഷൻ ഒക്കെ യൂസ് ചെയ്ത് ഇതിന്റെ ഫ്രെയിം റേറ്റ് ഒക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് പേഴ്സണലി മനസ്സിലായത് 80 റേഞ്ചിലൊക്കെ ഫ്രെയിം റേറ്റ് പോകുന്നുണ്ട്. ചില സമയത്ത് നല്ല രീതിയിൽ ഡ്രോപ്പ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഗെയിമിംഗ് ഫോൺ ആയിട്ട് ഒരിക്കലും കണക്കാക്കാൻ പറ്റത്തില്ല. 120 FPS BGMI സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും. ആൻഡ് ഇതിന്റെ
ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ Dimensity 7300 Pro ആണ്. ഇതിൽ വലിയ പ്രോ ആയിട്ടൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇതൊരു പെർഫോമൻസ് ഓറിയന്റഡ് ചിപ്സെറ്റ് ആയിട്ട് കരുതേ വേണ്ട. എന്നിരുന്നാലും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അല്ലെങ്കിൽ ചെറിയ ചെറിയ ലൈറ്റ് ഗെയിംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യും. ഇതിന്റെ UI പെർഫോമൻസും നല്ലതാണ്. ഈ ഒരു പ്രൈസിന് ആനിമേഷൻസ് ഒന്നും കട്ട് ചെയ്തിട്ടുമില്ല. സോ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോണും വളരെ നല്ലൊരു ഓപ്ഷൻ ആണ് നിങ്ങളുടെ ബഡ്ജറ്റ് 20,000 റുപ്പീസിനകത്താണെങ്കിൽ. പിന്നെ എനിക്ക് ആകെ കുറച്ച് പ്രോബ്ലം ഉള്ളത്, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് CMFന്റെ ഈ ഒരു സീരീസ് ഫോൺസിൽ ഫ്രണ്ടിലുള്ള ഗ്ലാസ് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് സ്ക്രാച്ച് ആവാനും പൊട്ടാനുമുള്ള ചാൻസസ് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ പൊട്ടുന്ന സൈഡ് മാറ്റി വെച്ചാലും സ്ക്രാച്ച് ആവുന്നത് പെട്ടെന്നാവുന്നത് പോലെ പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഫോണിന്റെ പ്രൈസിങ്ങും വളരെ അട്രാക്റ്റീവ് ആണ്. നിങ്ങൾക്ക് 18,000 റുപ്പീസ് ഉണ്ടെങ്കിൽ ഈ ഒരു ഫോണിന്റെ 8GB 128 മേടിക്കുക തന്നെയാണ്. ആ ഒരു പ്രൈസിങ്ങിന് ഇത് വളരെ നല്ലൊരു ഡിവൈസ് ആണ്. നിങ്ങൾക്ക് നല്ല വേഴ്സറ്റൈൽ ക്യാമറ വേണം, ഡീസെന്റ് പെർഫോമൻസ് വേണം, ബാറ്ററി ഭയങ്കര വലിയൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ നോക്കാവുന്നതാണ്. എന്തായാലും ഈ ഒരു ഫോണിന്റെ വീഡിയോ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയാലും കാണാവുന്നതാണ്. എന്തായാലും ഷോപ്പിൽ ഈ ഒരു ഫോൺ ടാഗ് ചെയ്തേക്കാം. ഇനി ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല, ഫോൺ യൂസ് ചെയ്തിട്ടും ഇല്ലാത്തൊരു ഡിവൈസ് റെക്കമെൻഡ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ഡിവൈസിനെ പറ്റി പ്രോപ്പർ ആയിട്ട് റിസർച്ച് ചെയ്തിട്ട് വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി. എന്തായാലും ഈ ഒരു ഫോണിന്റെ മോഡൽ ഞാൻ പറഞ്ഞുതരാം. അതാണ് റിയൽമിയുടെ P4 എന്ന് പറയുന്ന ഡിവൈസ്. നിങ്ങൾക്ക് ഗെയിമിംഗ് പെർഫോമൻസ് ഇമ്പോർട്ടന്റ് ആണെങ്കിൽ, ഞാൻ പല യൂസേഴ്സിന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു ഫോൺ റിവ്യൂ യൂണിറ്റ് ആയിട്ട് കിട്ടിയെടുത്ത് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ഒരു ഫോൺ നല്ല ഗെയിമിംഗ് പെർഫോമൻസ് ഓഫർ ചെയ്യുന്ന ഫോണാണ്. Dimensity 7400 ആണ്. അതിന്റെ കൂടെ റിയൽമിയുടെ ഒരു കസ്റ്റം ചിപ്പ്, അതിപ്പോ റീസെന്റ് ഇറങ്ങിയ ഓപ്പോ ഫോൺസിലും അല്ലെങ്കിൽ റിയൽമിയുടെ ഒക്കെ P4 സീരീസിലൊക്കെ കാണുന്ന ഒരു ചിപ്പാണ്. മെയിനായിട്ട് വേറെ ഒന്നുമല്ല, ഗെയിംസിൽ ഫേക്ക് ഫ്രെയിംസ് ആഡ് ചെയ്തിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. സോ നിങ്ങൾക്ക് നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ ആയിരിക്കും ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് 7000 mAh ബാറ്ററിയും 80 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഒക്കെ കിട്ടുന്നുണ്ട്. സോ അതൊക്കെ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഒരു അഡീഷണൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 144 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ ആണ്. ബെസൽസ് ഒക്കെ വളരെ സ്ലിം ആണ്. സോ നിങ്ങൾക്ക് നല്ലൊരു ഡിസ്പ്ലേ പ്ലസ് നല്ലൊരു ഗെയിമിംഗ് പെർഫോമൻസ് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നോക്കാം. ബാറ്ററി നല്ലതാണ്, ഡിസ്പ്ലേ നല്ലതാണ്, അതുപോലെ തന്നെ ചിപ്സെറ്റും അതിൽ കൊടുത്തിട്ടുള്ള AI ഫ്രെയിം ജനറേഷൻ ഫീച്ചേഴ്സ് ഒക്കെ അടിപൊളിയാണ്. സോ നല്ല സ്റ്റേബിൾ ഗെയിമിംഗ് പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നോക്കാവുന്നതാണ്. എന്തായാലും ഈ ഒരു ഫോണിന്റെ ബൈ ലിങ്ക് ഞാൻ ഇവിടെ പ്രോഡക്റ്റിൽ ടാഗ് ചെയ്തേക്കാം, തീർച്ചയായും ചെക്കൗട്ട് ചെയ്ത് നോക്കാം. സോ ഇത്രയും ഫോൺസ് ആണ് ഞാൻ മെയിൻ ആയിട്ട് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത്. പക്ഷെ ഒരു അഡീഷണൽ റിയൽമി ഫോണും കൂടെ മെൻഷൻ ചെയ്യാന്ന് വിചാരിച്ചു. അതാണ് റിയൽമിയുടെ P3 Pro. ഈ ഒരു ഫോണും വളരെ ഒരു നോർമൽ യൂസർ ആണെങ്കിൽ നോക്കാൻ പറ്റിയ ഡിവൈസ് ആണ്. സ്നാപ്ഡ്രാഗന്റെ 7S Gen 3 ചിപ്സെറ്റ് ഇടുന്നുണ്ട് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ. കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഈ ഒരു കാര്യം കേൾക്കുമ്പോഴേ പല ആൾക്കാരും ഇപ്പോഴേ ഓടും. കാരണം കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണെങ്കിൽ ടെമ്പേർഡ് ഗ്ലാസ് കിട്ടാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടാണ്. സോ ഈ കാരണം കൊണ്ട് തന്നെ പല ആൾക്കാരും ഞാൻ കർവ്ഡ് ഡിസ്പ്ലേ ഉള്ള ഫോൺസ് റെക്കമെൻഡ് ചെയ്യുമ്പോൾ ആകെ വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് കർവ്ഡ് ഡിസ്പ്ലേ വേണ്ട എന്നുള്ളത്. സോ നിങ്ങൾക്ക് കർവ്ഡ് ഡിസ്പ്ലേ വേണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ഈ ഒരു ഫോൺ മേടിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇതിൽ കോഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ്. ടെമ്പേർഡ് ഗ്ലാസിന് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്, ഇടയ്ക്കിടയ്ക്ക് മാറ്റാണ്ടിയും വരും. പക്ഷേ ഇതിന്റെ ക്യാമറ പെർഫോമൻസ് നല്ലതാണ്. പിന്നെ UI എലമെന്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് മേടിക്കുക. കാരണം ഇതിൽ പ്രോപ്പർ ആനിമേഷൻ ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഈ ഒരു ഫോൺ ഇറങ്ങിയിട്ട് കുറച്ച് കാലമായി, അതുകൊണ്ട് തന്നെ ഓർമ്മയിലില്ല. സോ ഈ ഒരു ഫോണും കൂടെ ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കുക, നല്ല ഫോൺ തന്നെയാണ്. സോ ഈ 4 ഫോൺസ് ആയിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള വീഡിയോസോടെ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം ലാസ്റ്റ് വീഡിയോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല വ്യൂസ് കുറവാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമന്റ് ഒക്കെ ചെയ്തോളൂ, നിങ്ങളുടെ ഇഷ്ടം. സോ ഈ ഒരു വീഡിയോ ഇഷ്ടമായ അടുത്ത വീഡിയോ കാണാം. ബൈ.